പലപ്പോഴും ദൈവവചനത്തിലൂടെയോ ദൈവദാസന്മാരിലൂടെയോ ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ, ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളോട് അരുളി ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാതെ ഫറവോനെ പോലെ ഹൃദയം കഠിനമാക്കരുത്. പുറപ്പാട് 7:13. ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ ഫറവോനെ പോലെ അത് ശ്രദ്ധിക്കാതെ നമ്മളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. മറുതലിച്ച് ഫറവോനെ പോലെ ദൈവകോപത്തിന് ഇടം കൊടുക്കരുത്. ഫറവോന്റെ ആ ഒരു സ്വഭാവമായിരുന്നു. മോശയും മോശയുടെ ദൈവവും എന്ത് പറഞ്ഞാലും അതിനെ പുച്ഛത്തോടെ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എനിക്കിത് ബാധകമല്ല എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്. ഫറവോനെ പോലെ വചനം കേൾക്കുമ്പോൾ, വചനത്തിലൂടെ ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. ഫറവോന്റെ വേറൊരു സ്വഭാവമായിരുന്നു സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നത്. മോശയുടെ വടി താഴെ ഇടാൻ ദൈവം അരുളി ചെയ്തപ്പോ മോശ വടി താഴെ ഇട്ടു. മോശയുടെ വടി എന്തായി തീർന്നു? പാമ്പായി മാറി. ഫറവോന്റെ മന്ത്രവാദിയെടുത്തും പറഞ്ഞു വടി താഴെ ഇടാൻ, അതും പാമ്പായി മാറി. ദൈവം മോശയോട് വടിയെടുത്ത് നദിയെ അടിക്കാൻ പറഞ്ഞു, നദി എന്തായി തീർന്നു? രക്തമായി തീർന്നു. ഫറവോന്റെ മന്ത്രവാദികളും അത് തന്നെ ചെയ്തു, അതും രക്തമായി തീർന്നു. ഫറവോൻ നോക്കിയപ്പോ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും, ദൈവത്തിന് മാത്രമല്ല ചെയ്യാൻ കഴിയുന്നത്. സ്വന്തം കഴിവിൽ അഹങ്കരിച്ചു. ഫറവോൻ സ്വന്തമായിട്ട് എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അഹങ്കരിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. ചിലപ്പോ നമ്മൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ദൈവത്തിൽ ആശ്രയിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ട ആവശ്യകതയൊന്നും എനിക്കില്ല, എൻ്റെ കഴിവുകൊണ്ട് ഇതെനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെയുള്ള ഒരു ഹൃദയത്തോട് കൂടിയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യം ചെയ്ത് നാം ഫറവോനെ പോലെ നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്.